സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ ഒരു ഫ്ലോറിൽ നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങാൻ പോവാണ്. അതിനായി ഞാൻ മിസ്റ്റർ ഷാൻ റഹ്മാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ടാസ്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ വേദിയിൽ കൊണ്ടുവരാൻ പോവാണ്. അതിനു മുന്നേ എനിക്കൊരു പ്രോപ്പർട്ടി വേണം. ഇതവിടെ റെഡിയാണ്. അപ്പൊ അത് കൊണ്ടുവരാൻ ഞാൻ പറയാം. ഓക്കെ, പ്രോപ്പർട്ടി പ്ലീസ്. ഓക്കെ, ഇപ്പൊ ദാ ഈ ബലൂണില് 3 വേർഡ്സ് ഉണ്ട്. താങ്ക്സ്, ലവ് ആൻഡ് സോറി. നമ്മളുടെയൊക്കെ ലൈഫില് നമുക്ക് ചിലരോട് പറയാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് പറയാതിരുന്ന കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ പറയണമെന്ന് വിചാരിക്കും, പിന്നെ നമ്മളൊരിക്കും അയ്യോ വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാവാം. ഷാനികയ്ക്ക് ഇതില് 3ലും ഏത് വേണോ പിക്ക് ചെയ്യാം. ഇന്ന് ആ ഒരു മൊമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആരോടാണോ താങ്ക്സ് ആവാം, ലവ് ആവാം, സോറി ആവാം, ഏതാണോ പിക്ക് ചെയ്യുന്നത് അത് ഷാനിക പോയെടുത്തോ. ഓക്കെ, താങ്ക്സ് ആണ് പിക്ക് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്, ആരോടാണ് താങ്ക്സ് പറയേണ്ടത് ഷാനികയ്ക്ക്? എനിക്ക് താങ്ക്സ് ആദ്യം പറയാനുള്ളത് എനിക്ക് മ്യൂസിക്കിനോടാണ്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എനിക്ക് വിനീതിനോടാണ്. കാരണം ഞാനിന്ന് എന്താണോ അതിന് കാരണക്കാരെന്ന് പറയുന്നത് വിനീതാണ്. ഞാനിപ്പം അഗൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ മ്യൂസിക്കിന്റെ ഫീൽഡിൽ തന്നെ എവിടെയെങ്കിലൊക്കെ ഞാൻ ചിലപ്പോൾ പ്രോഗ്രാമറായിട്ടോ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടോ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നെ ഞാനാക്കിയത് വിനീതാണ്. അപ്പം അത് ഞാൻ ഒരിക്കലും അങ്ങനെ താങ്ക്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മളങ്ങനെ എടാ താങ്ക് യുടാ നമ്മളങ്ങനെ അത് പറഞ്ഞാൽ തന്നെ അതൊരു വൃത്തികെട്ട ഒരു ഫോർമാലിറ്റിയാണ്. നമ്മുടെ ഫസ്റ്റ് പലവട്ടം എന്ന് പറഞ്ഞ ആൽബം തൊട്ട് ഇപ്പം അവസാനത്തെ കരം വരെ നോക്കുമ്പോൾ അതൊരു ഭയങ്കര ജേണിയാണ് ഞാനും അവനും തമ്മിൽ ഉണ്ടായത്. എനിക്കൊരിക്കലും ഇപ്പം അവനോട് കടപ്പാടുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ കാല് തല്ലി ഓടിക്കും. അത് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാനും അവനും തമ്മിൽ. കാരണം നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും സിംഗിളായിരുന്നു. നമ്മൾ രണ്ടുപേരും ഫീൽഡിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നു, ഷോസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാവൻ. അത് പാറുവിനും അറിയാലോ. അപ്പൊ അതുകൊണ്ട് അവന് താങ്ക് യു അളിയ. അപ്പോ ഞങ്ങളും താങ്ക്സ് പറയാണ് വിനീതേട്ടനെ ഇതുപോലൊരു ഷാൻ റഹ്മാൻ ഷാനിക്കെ ഞങ്ങൾക്ക് തന്നതിന്. അപ്പോ ഷാനിക്കയുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടേ നമുക്ക് ഈ ടാസ്ക്? അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇപ്പാണ് പയ്യെ ഷാനിക്ക തുടങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയി നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ഓരോരുത്തർക്കും ഈ ഒരു ചാൻസ് വരും. ഓക്കെ, താങ്ക് യു ഷാനിക്ക. താങ്ക് യു.